അടുത്തത് വാട്ടർ മെട്രോ. After seeing the castle, the children got into the water metro. Those in the water metro got food coupons. കൊട്ടാരം കണ്ടതിന് ശേഷം കുട്ടികൾ വാട്ടർ മെട്രോയിൽ കയറി. വാട്ടർ മെട്രോയിൽ കയറിയവർക്ക് ഭക്ഷണ കൂപ്പൺ കിട്ടി. Those in Mitra's group got coupon numbers between 8,000 and 9,000. മിത്രയുടെ ഗ്രൂപ്പിന് കിട്ടിയ കൂപ്പണിലെ നമ്പർ 8,000-നും 9,000-നും ഇടയിലുള്ളതാണ്. And the sum of the digits of each number was 10. Write these numbers എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 10 മിത്രയ്ക്കും കൂട്ടുകാർക്കും കിട്ടിയ കൂപ്പൺ നമ്പറുകൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സം ഓഫ് ഡിജിറ്റ്സ് 10 കിട്ടുന്ന 8,000-നും 9,000-നും ഇടയിലുള്ള നമ്പേഴ്സ് ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 8,000 സ്റ്റാർട്ട് ചെയ്തിട്ട് കിട്ടുന്ന നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 8ന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോഴല്ലേ 10 കിട്ടുക. ഏതൊക്കെയാ വരിക? 8,000 തൊട്ടിട്ട് 8,010 വരെ എന്ന് പറയുമ്പോൾ 8,002 വരും. പിന്നെ 8,010 തൊട്ടിട്ട് 20 വരെയുള്ള നമ്പേഴ്സിൽ ഏതാ വരിക? 8,011. 8,011ന്റെ സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ 10 അല്ലേ കിട്ടുക. 8,020 മുതൽ 30 വരെ എന്ന് പറഞ്ഞാൽ ആകെ ഒരു നമ്പറേ ഉള്ളൂ, 8,020. പിന്നെ 8,100 വരെ വേറെ നമ്പേഴ്സ് ഇല്ല. പിന്നെ 8,100 തൊട്ടിട്ട് 200 വരെ ഏത് നമ്പറാ ഉള്ളത്? 8,101 വരും. പിന്നെ 8,110. സം ഓഫ് ഡിജിറ്റ്സ് 10 ആണ് കിട്ടുക. പിന്നെ വേറെ നമ്പർ 8,200 മാത്രമാണ് കേട്ടോ. 8,200 എന്താണ്? സം ഓഫ് ഡിജിറ്റ്സ് 10 ആണ്. അപ്പൊ ഏതൊക്കെയാ നമ്പേഴ്സ്? 8,002, 8,011, 8,020, 8,101, 8,110, 8,200. Sum of digits. How many numbers are there between 7,000 and 8,000 with their sum of digits 10? Write them in your notebook. 7,000-ന്റെയും 8,000-ന്റെയും ഇടയിൽ വരുന്ന നമ്പറുകളിൽ സം ഓഫ് ഡിജിറ്റ്സ് 10 വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ 8,000-ന്റെയും 9,000-ന്റെയും കണ്ടില്ലേ, അതേപോലെ തന്നെ 7,000-ന്റെയും 8,000-ന്റെയും ഇടയിൽ വരുന്ന നമ്പേഴ്സ് ആണ് സം ഓഫ് ഡിജിറ്റ്സ് 10 വരുന്നത് എന്ന് നോക്കുകയാണ് വേണ്ടത്. എങ്ങനെയാ? 7ന്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോഴാണ് 10 കിട്ടുക അല്ലെ. അപ്പൊ ഫസ്റ്റ് നമ്പർ ഏതാ? 7,003 വരും. പിന്നെ 7,012 വരും. ആദ്യം നമ്മൾ 7,000 തൊട്ടിട്ട് 7,010 വരെ നോക്കുക. പിന്നെ 7,010 തൊട്ടിട്ട് 7,020 വരെ അങ്ങനെ നോക്കി പോണം കേട്ടോ. പിന്നെ 7,021 വരും. 7,030 വരും. പിന്നെ 100 മുതൽ എന്ന് പറയുമ്പോൾ 7,102 വരും. 7,111 വരും. 7,120 വരും. പിന്നെ 7,201 വരും. 7,210 വരും. പിന്നെ 7,300. ഇത്രയും നമ്പേഴ്സ് ആണ് വരിക കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് നമ്പേഴ്സ്? 7,003, 7,012, 7,021, 7,030, 7,102, 7,111, 7,120, 7,201, 7,210, 7,300. ഇത്രയും നമ്പേഴ്സ് ആണ് വരിക. അടുത്തതൊരു പസിൽ കോർണർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൈഡിൽ എന്താ? AAB പ്ലസ് A എത്രയാണ്? ആൻസർ BCCC എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് എന്താ? AAB എന്ന് പറയുമ്പോൾ എന്താ? 3 ഡിജിറ്റ് നമ്പർ. ഏതോ ഒരു 3 ഡിജിറ്റ് നമ്പറിന്റെ കൂടെ ഒരു 1 ഡിജിറ്റ് നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ 4 ഡിജിറ്റ് നമ്പർ കിട്ടും എന്നുള്ളതാണ് അല്ലെ കാണിച്ചിരിക്കുന്നത്. അവിടെ കണ്ടോ? 100th പ്ലേസിലും 10th പ്ലേസിലും ഒരേ നമ്പർ ആണ്. അതുപോലെ തന്നെ അത് 1 ഡിജിറ്റ് നമ്പർ ആഡ് ചെയ്യുന്നതും എന്താണ്? സെയിം നമ്പർ തന്നെയാണ്. ഏത് 3 ഡിജിറ്റ് നമ്പറിന്റെ കൂടെ 1 ഡിജിറ്റ് നമ്പർ കൂട്ടുമ്പോഴാണ് 4 ഡിജിറ്റ് നമ്പേഴ്സ് കിട്ടുക എന്നുള്ളതാണ് അറിയേണ്ടത്. അതായത് 991 തൊട്ടിട്ട് 999 വരെയുള്ള നമ്പേഴ്സിന്റെ കൂടെ 1 ഡിജിറ്റ് നമ്പർ കൂട്ടുമ്പോഴാണ് നമുക്ക് 4 ഡിജിറ്റ് നമ്പേഴ്സ് കിട്ടും. 991 ആണെങ്കിൽ 991 എന്ന് പറയുമ്പോൾ ഇവിടെ A എന്താ? 9 ആണ് അല്ലെ. 991 എന്നെടുക്കുക വിചാരിക്കുക. അതാണ് 3 ഡിജിറ്റ് നമ്പർ എന്നുണ്ടെങ്കിൽ ചുവടെ ആഡ് ചെയ്യുന്നത് എന്തെന്നെയാണ്? A തന്നെയാണ് അല്ലെ. എയുടെ പൊസിഷനിൽ നമ്മൾ എടുത്ത നമ്പർ ഏതാ? 9 ആണ്. 991 പ്ലസ് 9. അപ്പൊ എത്രയാ വരിക നോക്കൂ. 991ന്റെ കൂടെ 9 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക എത്രയാ? 1000 ആണ് കിട്ടുക അല്ലെ. 1000 ആണ് കിട്ടുക. ചുവടെ കണ്ടോ? BCCC എന്നല്ലേ. ബിയുടെ പൊസിഷനിൽ നമുക്ക് വന്നത് എത്രയാ? 1 ആണ്. നേരത്തെ നമ്മൾ മുകളിൽ 3 ഡിജിറ്റ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ ബിയിലെ പൊസിഷനിൽ വന്നത് എന്തെന്നെയാണ്? 1 തന്നെയല്ലേ. പിന്നെ CCC എന്ന് പറയുമ്പോൾ 3 ഡിജിറ്റ്സും ഒരേ നമ്പർ തന്നെയാണ് അല്ലെ. അവിടെ 0 തന്നെയല്ലേ വന്നത്? 1000. 1000ൽ എന്താണ്? CCC എന്നുള്ള പൊസിഷനിൽ 000 വന്നു കേട്ടോ. മനസ്സിലായോ? A എന്ന് പറയുന്നത് എത്രയാ? 9 ആണ്. B എന്ന് പറയുന്നത് 1 ആണ്. C എന്ന് പറയുന്നത് 0 ആണ് കേട്ടോ. നെക്സ്റ്റ് എക്സിബിഷൻ ആണ്. Those visiting the exhibition in the children's park are given prize coupons. The winning numbers are chosen by drawing lots. കുട്ടികളുടെ പാർക്കില് പ്രദർശനം കാണാൻ എത്തുന്നവർക്ക് സമ്മാന കൂപ്പൺ കിട്ടും. വിന്നിംഗ് നമ്പേഴ്സ് എങ്ങനെയാ തീരുമാനിക്കുന്നത്? നറുക്കെടുപ്പിലൂടെയാണ്.
ചിൽഡ്രൻ ആർ വെയിറ്റിംഗ് ബിഫോർ ദ സ്ക്രീൻ ഷോയിങ് ദ വിന്നിംഗ് നമ്പേഴ്സ്. എന്താണ്, കുട്ടികളെല്ലാം സമ്മാന കൂപ്പണുമായിട്ട് സ്ക്രീനിൽ മുന്നിൽ നമ്പർ നോക്കി നിൽക്കുകയാണ് കേട്ടോ. വിന്നിംഗ് നമ്പർ ഏതാണെന്ന് നോക്കി നിൽക്കുകയാണ്. Write the number displayed as the wheel stops at each position. വീല് ഓരോ പൊസിഷനിലും നിൽക്കുന്ന സമയത്ത് വരുന്ന നമ്പർ ഏതാന്നുള്ളത് ഇതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഏതാണ്? 10,000 ആണ്. 10,000 എന്ന നമ്പറിലും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ് വേർഡിലും തന്നിട്ടുണ്ട് കേട്ടോ. 10,000 എന്ന. അടുത്തത് 11,000 ആണ്. അവിടെ ഫിഗറിൽ തന്നിട്ടുണ്ട്, ഇനി വേർഡിൽ എഴുതണം 11,000 എന്ന് എഴുതാം. നെക്സ്റ്റ് എന്താണ്? 11,110 ആണ് അല്ലെ, അവിടെ എഴുതണം കേട്ടോ. 11,110 എന്ന് ഫിഗറിൽ എഴുതുക. ദെൻ വേർഡിൽ എഴുതണം 11,110 എന്ന് എഴുതുക. അടുത്ത നമ്പർ എന്താ? 11,111 ആണ് അല്ലെ, ഫിഗറിലും എഴുതുക വേർഡിലും എഴുതുക കേട്ടോ. 11,111 എന്ന് എഴുതുക. പ്രൈസ് ഫോർ ദ നമ്പർ വിത്ത് സം ഓഫ് ഡിജിറ്റ്സ് 5 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, അതായത് അക്കങ്ങളുടെ തുക 5 ആയാൽ സമ്മാനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ വിന്നിംഗ് നമ്പർ ഏതാണ്? 11,111 ആണ് അല്ലെ. 11111 ആഡ് ചെയ്യുമ്പോഴല്ലേ 5 കിട്ടുക. അപ്പൊ അതാണ് കേട്ടോ വിന്നിംഗ് നമ്പർ, അവിടെ എഴുതുക. അടുത്തത് ഹൗ മെനി 4-digit നമ്പേഴ്സ്. ഹൗ മെനി 4-digit നമ്പേഴ്സ് ക്യാൻ ബി മെയ്ഡ് വിത്ത് ജസ്റ്റ് ദ 2 digits 9 and 0. അതായത് 9ഉം 0 എന്ന അക്കങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. വാട്ട് ആർ ദേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് 9,000 അല്ലെ, പിന്നെ 9,009 ഉണ്ടാക്കാം. നെക്സ്റ്റ് 9,090, പിന്നെ 9,099, പിന്നെ 9,900, 9,909, 9,990. ഇത്രയും നമ്പേഴ്സ് ആണ് നമുക്ക് 9ഉം 0ഉം വെച്ചിട്ട് 4-digit നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുക കേട്ടോ. എത്ര 4-digit നമ്പേഴ്സ് ഉണ്ടാക്കാം? 7 4-digit നമ്പേഴ്സ് ഉണ്ടാക്കാം കേട്ടോ. റൈറ്റ് ദം ഇൻ ഓർഡർ ഫ്രം ദ ലാർജസ്റ്റ് ടു ദ സ്മോളസ്റ്റ് ആണ് കേട്ടോ. അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാനാണ് നമ്മളിവിടെ എഴുതിയത്, ചെറുതിൽ നിന്ന് വലുതിലേക്കാണ്. അപ്പൊ തിരിച്ചിട്ട് ഇങ്ങോട്ട് എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ 9,990 തൊട്ടിട്ട് എന്ത് ചെയ്യുക, 9,000 വരെ ഇതുപോലെ എഴുതുക കേട്ടോ. അടുത്തത് റൈറ്റ് നമ്പേഴ്സ് ആസ് ഷോൺ ഫോർ ദ ഫസ്റ്റ്. ആദ്യത്തെ നമ്പർ കാണിച്ച പോലെ ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് വൺ എന്താ? 5,000s, 400s, 3 10s, 2 1s. എത്രയാണ്? 5,432 അല്ലെ. അതുപോലെ നമ്മൾ ബാക്കിയെല്ലാം നമ്പേഴ്സ് എഴുതണം കേട്ടോ. 5400s, 32 1s. എത്രയാ വരിക? 5400s എന്ന് പറഞ്ഞാൽ 5,400 ആണ്. 32 1s എന്ന് പറഞ്ഞാൽ 32 ആണ്. അപ്പൊ എത്രയാ വരിക? 5,400 പ്ലസ് 32 എത്രയാ? 5,432. നെക്സ്റ്റ് 543 10s, 2 1s എന്നാണ് അല്ലെ. 543 10s എന്ന് പറഞ്ഞാൽ 5,430, 2 1s. അപ്പൊ എത്രയാ? 5,432. നെക്സ്റ്റ് 5,432 1s. അത് എത്ര തന്നെയാണ്? 5,432 തന്നെയാണ് അല്ലെ. അടുത്തത് എന്താണ്? 8200s. എത്രയാണ്? 8,200 ആണ് അല്ലെ. 820 10s എത്രയാണ്? 8,200 തന്നെയാണ് അല്ലെ. 8,200 1s എന്ന് പറയുന്നത് തന്നെയാണ് 8,200 തന്നെയാണ്. അടുത്തത് 7,104 അല്ലെ. 7,104 ഡാഷ് തൗസൻഡ്സ്, ഡാഷ് ഹൺഡ്രഡ്സ്, ഡാഷ് ടെൻസ്, ഡാഷ് വൺസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എത്ര തൗസൻഡ്സ് ആണത്? 7,000s. എത്ര ഹൺഡ്രഡ്സ് ആണ്? 100s. എത്ര ടെൻസ് ആണ്? 0 10s, 4 1s അല്ലെ. നെക്സ്റ്റ് ഡാഷ് ഹൺഡ്രഡ്സ്, ഡാഷ് വൺസ്. 7,104 എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 7100s ആണ് അല്ലെ. 7100s അല്ലേ 7,100. 7100സും എത്ര വൺസും ആണുള്ളത്? 4 വൺസും ആണ്. നെക്സ്റ്റ് ഡാഷ് തൗസൻഡ്സ്, ഡാഷ് വൺസ് എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. എത്ര തൗസൻഡ്സും എത്ര വൺസും ആണെന്നാണ്. അപ്പൊ എത്ര തൗസൻഡ്സ് ആണ്? 7,000സും എത്ര വൺസ് ആണുള്ളത്? 104 വൺസും. അടുത്തത് ഡാഷ് തൗസൻഡ്സ്, ഡാഷ് ടെൻസ്, ഡാഷ് വൺസ്. 1000 തന്നെയാണ്. 7,000s ഉണ്ട്. എത്ര ടെൻസ് ആണ്? 10 ടെൻസ് അല്ലെ. എത്ര വൺസ് ആണ്? 4 വൺസ്. അതായത് 7,000s എന്ന് പറഞ്ഞാൽ 7,000s, 10 ടെൻസ് എന്ന് പറഞ്ഞാൽ 100, 4 വൺസ് എന്ന് പറഞ്ഞാൽ 4. അതന്നെയല്ലേ 7,104 വരിക. നെക്സ്റ്റ് നമ്പർ വീൽ ആണ്. ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് ഇൻ ദ നമ്പർ വീൽ. നമ്പർ വീലിലെ വിട്ടുപോയ ഭാഗങ്ങൾ ഫില്ല് ചെയ്യാനാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. നമ്പർ ഏതാണ്? 5,633 ആണ്. ഡാഷ് 100 ഡാഷ് 1 എങ്ങനെയാ വരിക? 5600 33 1. നെക്സ്റ്റ് നോക്കൂ. 5,000 ഡാഷ് 100 310 ഡാഷ് 1. 5,000 എത്ര ഹൺഡ്രഡ്സ് വരും? 600, then 310, പിന്നെ 3 1. ഡാഷ് 1000 ഡാഷ് 100 ഡാഷ് 1
എത്ര 1000 ആണുള്ളത്? 5000. എത്ര ഹൺഡ്രഡ്സ് ആണുള്ളത്? 600. എത്ര വൺസ് ആണ്? 33 വൺസ്. നെക്സ്റ്റ് ഡാഷ് 10 ഡാഷ് 1 എന്നുണ്ട്. എത്രയാണ്? 563 10 3 1. നെക്സ്റ്റ് ഡാഷ് 100 ഡാഷ് 10 ഡാഷ് 1. അപ്പൊ 5600. 5600 ആയി അല്ലെ? എത്ര 10 ആണ്? 3 10. അപ്പൊ 30 ആയി. Then 3 1. അപ്പൊ എത്രയാ? 5633 ആയി. നെക്സ്റ്റ് ഡാഷ് 1000 ഡാഷ് 10 ഡാഷ് 1. അപ്പൊ എത്രയാ? 5000. എത്ര 10 ആണ്? 63 ടെൻസ്. എത്ര 1 ആണ്? 3 വൺസ്. നെക്സ്റ്റ് ഡാഷ് 1000 ഡാഷ് 1 എന്നുണ്ട്. എത്ര തൗസൻഡ്സ് ആണ്? 5000 ആണ്. എത്ര വൺസ് ആണ്? 633 വൺസ് അല്ലെ? അടുത്തത് ഡാഷ് വൺസ് എന്നുണ്ട്. എത്രയാണ്? 5633 വൺസ് അല്ലെ? അങ്ങനെ ഫില്ല് ചെയ്യാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ യൂണിറ്റിലെ ബാക്കി നോക്കാം കേട്ടോ. ഓക്കെ, ബൈ.